ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമുക്കറിയാം നമ്മുടെ ഭാരതം ഇന്ന് നേരിടുന്ന പ്രശ്നം എന്താണെന്ന്. CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തി വരുന്ന സമരത്തിന് തുടക്കവും ഒടുക്കവും ഒക്കെ നമ്മൾ ഒടുക്കം ആയിട്ടല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ആൾക്കാരെ നമുക്കറിയാം. ഇവരൊക്കെ സെലക്റ്റീവായിട്ട് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നിടത്താണ് ചോദ്യങ്ങൾ ഉയരുന്നത്. കാരണം ഇപ്പോ ഈ രഞ്ജിനി ഹരിദാസ് കുറെ നാളായിട്ട് ഇവരെ പുറത്തേക്ക് കണ്ടിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പ് ഇവർ ഏഷ്യാനെറ്റില് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, അമേരിക്കയിലത്തെ ആരോടായിട്ട് ഭയങ്കര വഴക്കാവുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഇവരെ കാണാറേ ഇല്ല, ഒരു പ്ലാറ്റ്ഫോമിലും കാണാറില്ല. ഇപ്പൊ യൂട്യൂബിൽ ആരുടെയൊക്കെയോ ഇന്റർവ്യൂവും കാര്യങ്ങളായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരു ലെവലിലാണ്. അതിനിടക്കാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്, ഡൽഹിയിലേക്ക് വരാണ്ട് കാരണം സോനം വാങ്ചുങ്ങിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നൊറ്റ കാരണത്താലാണ് അത്ര. ഈ സോനം വാങ്ചുങ് എന്ന് പറയുന്ന ആള് നമുക്കൊക്കെ അറിയുന്നത്, ഇദ്ദേഹം പിന്നെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാല് ഈ ചൈനക്കാര് ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും തടയില്ല. കൂടാതെ ചൈനക്കാർക്ക് ഇന്ത്യയിലേക്ക് കടക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കും എന്നാണ് അത്ര പറഞ്ഞിട്ടുള്ളത്. മീൻസ് ഇതൊരു രാജ്യവിരുദ്ധതയല്ലേ? ഇങ്ങനെ രാജ്യവിരുദ്ധത പറയുന്ന ഒരാളെ നമ്മളെന്തിനാണ് തലയിൽ വെച്ച് നടക്കുന്നത്? അല്ല, ചിലപ്പോ ഈ രാജ്യവിരുദ്ധത പറയുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണല്ലോ രഞ്ജിനി ഹരിദാസിനെ നൊന്തത്. ഇനി അത് പോട്ടെ. നമ്മുടെ കേരളത്തിൽ മിനിയാന്ന് റോഡരികിൽ ഇരുന്നുകൊണ്ട് കുറേ ഉദ്യോഗാർത്ഥികൾ മണ്ണ് വാരി തിന്നുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാള് എപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ആരും പ്രതികരിച്ചില്ല. കാരണം എന്താ? ഇവിടെയില്ലേ ഈ മലയാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ആരറിയാനാണ്? അതൊക്കെ അങ്ങ് കേന്ദ്രത്തിൽ തൊട്ട് കളിക്കണം. അപ്പോഴാണ് നാലാൾ അറിയുക, നാലാള് ബൈറ്റ് എടുക്കാണ്ട് വരുക, അല്ലേ? ഇപ്പൊ നോക്കൂ, രജനി ഹരിദാസ് ഒക്കെ മൂലക്ക് ചൊറിക്കൂത്തി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ട് ഫുൾ മീഡിയയും അവരെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ പോയിട്ട് എന്തുണ്ടായി, എങ്ങനെയുണ്ടായി, ആരൊക്കെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ബൈറ്റുകളും ഉണ്ട്. അതൊക്കെ പോട്ടെ. ഇനി അതിനു മുമ്പേ തന്നെ ഇവിടെ ആശാ വർക്കർമാര് സാലറി തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നാള് സമരം നടത്തിയിരുന്നു. അവർ മുടിയൊക്കെ മുറിച്ചിട്ടാണ് സമരം നടത്തിയത്. ഏതെങ്കിലും ഒരാൾക്കാര് ഏതെങ്കിലും ഒരു സിനിമ ഫീൽഡിലെയോ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ്മാരോ അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ഇവർക്ക് വേണ്ടി സംസാരിച്ചത് കണ്ടിട്ടുണ്ടോ? ആരും സംസാരിച്ചിട്ടില്ല. ചിലപ്പോ അത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലാത്തത് കൊണ്ടായിരിക്കും ഇവരാരും ഇതിനൊന്നും മൈൻഡാക്കാത്തത്. കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന മാത്രമേ ഇവരൊക്കെ മൈൻഡാക്കൂ. ഇന്നിപ്പം കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് പലയിടങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സമരങ്ങൾ കാണാതെ പോകുന്നത്? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് കൊണ്ടാണല്ലോ ഈ പുകലുകൾക്കൊക്കെ കാരണം. PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കട്ടോണ്ട് പോയിട്ട് ഉത്തരം എഴുതിയിട്ട് ആൻസർ ഷീറ്റിൽ വെച്ചിട്ട് ചുമ്മാതെ ഒന്നും പഠിക്കാതെ 1ഉം 2ഉം റാങ്ക് നേടിയ ആൾക്കാരാണ് SFI നേതാക്കൾ. ഇനി അതുമല്ല, പരീക്ഷ എഴുതാതെ ഒരു പരീക്ഷ പോലും അറ്റൻഡ് ചെയ്യാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേർന്ന ആൾക്കാരാണ് ഈ SFIക്കാര്. അതും പോട്ടെ, ജോലിക്ക് മതിയായ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജോലി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് ഈ SFIക്കാര്. ഇനി DYFI ആവട്ടെ, ഇവരെന്ത് ചെയ്യുന്നത്? ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരെ പിൻവാതിൽ നിയമനത്തിലൂടെ എത്ര ആൾക്കാർക്ക് ജോലി വാങ്ങിക്കൊടുത്തിരുന്നു? ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഇവർക്ക് വേണ്ടിയൊന്നും പ്രതികരിച്ചാൽ ഒരു മാധ്യമവും കവർ ചെയ്യില്ല, ഒരു ബൈറ്റും കിട്ടില്ല, ഒരു പോപ്പുലാരിറ്റിയും കിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രത്തിനെ കുറിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങളൊക്കെ വായി തുറന്നാൽ മതി. കേരളത്തിൽ എന്ത് കണ്ടാലും ഒന്നും നിങ്ങൾ മിണ്ടാണ്ട് പാടില്ല. പക്ഷെ നിങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാ കുത്തിത്തിരിപ്പും ഒരു നാള് ജനം തിരിച്ചറിയും. അന്ന് നിങ്ങൾക്ക് ഇതേ ജനത മറുപടിയും പറയും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടുള്ള വരുന്നതിൽ ജയ് ഹിന്ദ്.